നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നൊരു ഡിസ്കഷനാണ് നമ്മുടെ ടോണി അച്ചാനും പുള്ളിക്കാരൻ ചെയ്യുന്ന ചാരിറ്റിയും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവായ രീതിയിലൊരു വീഡിയോ കണ്ടത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പുള്ളിയുടെ വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരുപാട് പേര് അതിനെ റിയാക്ട് ചെയ്തു, പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു, നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കണ്ട ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഈ ടോണി അച്ചാൻ ചെയ്തൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ലൈഫ് മിഷൻ പദ്ധതി വഴി കൊടുത്തൊരു വീട്, അതിന് പുറമേ ഗവൺമെൻറ് കൊടുത്തൊരു 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷം രൂപ കൊണ്ട് ആ വീട്ടുകാരൊരു ബേസ്മെൻറ്റ് മാത്രം ഉണ്ടാക്കി. ബേസ്മെൻറ്റിന് മേലോട്ട് കെട്ടാനുള്ള പൈസ ആ വീട്ടുകാരുടെ കയ്യിലില്ലായിരുന്നു. ആ സമയത്താണ് ഇവർ ടോണി അച്ചാനെ കോൺടാക്ട് ചെയ്യുകയും ടോണി അച്ചാൻ ആ വീട് നിർമ്മിച്ച പണിക്കാരൻ്റെ കയ്യിൽ ആ വീട് ബാക്കി കെട്ടാനുള്ള പൈസ കൊടുക്കുകയും വീട്ടുകാരുടെ കയ്യിൽ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ അല്ലാതെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വീട് മൊത്തത്തിൽ പൂർത്തിയായി. എന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൽ നിന്ന് ചുവരെല്ലാം കെട്ടി പൂശി നല്ല ഭംഗിയാക്കി പെയിൻ്റ് അടിച്ച് ടൈലെല്ലാം ഇട്ട് അങ്ങനെ നമ്മൾ ടോണി അച്ചാൻ ബാക്കി പണിയെല്ലാം ചെയ്ത് വീട് നല്ല കുട്ടപ്പനാക്കി ഇവരെ കൈ കൊടുത്തിട്ട് അതിനൊരു വീഡിയോ ആക്കി പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് ടോണി അച്ചാൻ പറയുന്നത് ഈ വീട് മൊത്തമായി പണിഞ്ഞു കൊടുത്തത് പുള്ളിക്കാരൻ എന്ന രീതിയിലാണ്. ശരിക്കും പുള്ളിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അവിടെയാണ്. ആ വീട് മൊത്തമായി പണിഞ്ഞു എന്ന് പറഞ്ഞതിലാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ കുറേ പേര് പുള്ളിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഒരു ബസ് സ്റ്റോപ്പ് കെട്ടാൻ പോലും ചിലവാക്കുന്നത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ്. എന്ന് വെച്ചാൽ നിസ്സാരമായി 4 ഷീറ്റിട്ട് 2 കമ്പി വെച്ചുണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പിന് പോലും 25 ലക്ഷം രൂപയാണ്. അത്രയും ചിലവ് വരുന്നൊരു കാലത്ത് എങ്ങനെയാണ് ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റുക? ഒരിക്കലും പറ്റത്തില്ല. ആ സമയത്ത് ബേസ്മെൻറ്റ് മാത്രം ഉണ്ടായിരുന്നൊരു വീടിനെയാണ് ടോണി അച്ചാൻ സ്വന്തം കാശ് കൊടുത്ത് ഇത്രയും നല്ലൊരു നിലയിലാക്കിയത്. എന്ന് വെച്ചാൽ ടൈലിട്ട് പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി കൊടുത്ത്. ഒരു ഗവൺമെൻറ് പോലും ഇത്രയും വൃത്തിയായിട്ടൊരു വീട് പണിഞ്ഞ് ആർക്കും കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ 1 രൂപയുടെ ഒരു സഹായം ചെയ്താൽ പോലും അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ശരിക്കും ഒരു സഹായം തന്നെയാണ്. നമ്മളിപ്പോൾ കാറിനകത്തിരുന്നോ അല്ലെങ്കിൽ വീടിനകത്തിരുന്നോ ഒക്കെ വീഡിയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്ന ഒരാളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അയാളെ മോശക്കാരനൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റിനെ പോലുള്ള വ്യക്തികളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരാൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ മൊത്തത്തിലങ്ങ് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അയാളെ ഏറ്റവും മോശക്കാരനാക്കി ഇനി ഒരിക്കലും അയാൾ ആ ഒരു കാര്യം ചെയ്യാത്ത രീതിയിൽ ആക്കലും അതൊക്കെ വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കൊണ്ട് പോട്ടെ. അല്ലാതെ നമ്മൾ ഒരാളെ ഏറ്റവും മോശക്കാരനാക്കി വൃത്തികെട്ടവനാക്കി സോഷ്യൽ മീഡിയയിൽ വെറുപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തിൻ്റെ പേരിലായാലും അയാൾ ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്ന വീഡിയോസ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. കാലില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, അല്ലെങ്കിൽ വീട് ജപ്തിയായവർക്ക് എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഞാനോ നിങ്ങളോ ഒക്കെ എത്ര പേരെ സഹായിക്കുന്നു എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. അപ്പം മറ്റൊരു വ്യക്തി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അയാളെ പോയി കുറ്റം പറയല്ലോ, അല്ലെങ്കിൽ അയാളെ പോയി മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ മോശമായ രീതിയിൽ വീഡിയോ ഇട്ട് അയാളെ കൂടുതൽ മോശക്കാരനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ തന്നെ നമുക്കതിനെ തിരുത്താൻ പറ്റും. അല്ലാതെ ഇത്രയും വലിയ രീതിയിൽ മോശക്കാരനാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈഫ് മിഷന് കിട്ടിയ വീടായാൽ കൂടി ബേസ്മെൻറ്റിൻ്റെ മുകളിലോട്ടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചിലവുള്ളതാണ്. അതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുത്ത് അതൊരു ഏറ്റവും മനോഹരമായൊരു വീടാക്കി അവർക്ക് തിരിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ വീട്ടുകാരുടെ ഭാഗത്താണ് തെറ്റ്. അവർ മറ്റ് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത സമയത്തൊന്നും ഈ ടോണി അച്ചാൻ തന്ന സഹായത്തെ പറ്റിയോ അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ഇത്രയും നാളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് മറ്റുള്ള ഒരുപാട് വ്യക്തികളെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ ടോണി അച്ചാൻ എഗെയിൻസ്റ്റായിട്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഒരുപാട് പേര് വീഡിയോയുമായി രംഗത്ത് വന്നത്. അയാളൊരു പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ സ്വർണം വാങ്ങി പറ്റിച്ചു, അല്ലെങ്കിൽ സ്വർണം കൊടുത്തു പറ്റിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളാണ് പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഡേ ബൈ ഡേ കഴിയുന്നതോറും സോഷ്യൽ മീഡിയ പൊങ്ങി വരുന്നത്. ശരിക്കും അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരാൾക്കൊരു ഡൗൺഫോൾ വരുമ്പോഴാണ് ഈ ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും സോഷ്യൽ മീഡിയ വഴി അയാളെ കൂട്ടമായിട്ട് ആക്രമിച്ച് ഇത്രയും നാൾ നന്മമരമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തികൾ തന്നെയാണ് ഒരു ഡൗൺഫോൾ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും വലിയ മോശക്കാരനാക്കി മാറ്റുന്നത്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അയാളെ കുറ്റം പറയല്ലോ. മാക്സിമം അയാളെ അപ്രിഷ്യേറ്റ് ചെയ്ത് കൂടുതൽ അയാളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാളെ കൂട്ടത്തോടുകൂടി ആക്രമിച്ച് ഡൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കൂടി ചേർന്ന് കൂട്ടം കൂടി പുള്ളിക്കാരനെ ആക്രമിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് ചെയ്തു കൊടുക്കാത്ത സ്ഥലത്താണ് ഈ ടോണി അച്ചാൻ എന്ന് പറഞ്ഞ വ്യക്തി പോയിട്ട് വീട് വയ്ക്കുകയും അല്ലെങ്കിൽ ധനസഹായം ചെയ്യുകയും ചികിത്സാ സഹായമൊക്കെ ചെയ്യുന്നത്. ഈ ടോണി അച്ചാൻ്റെ ഒരു കടമയൊന്നും അല്ല ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്.
അത് ചെയ്യാത്ത സ്ഥലത്താണ് ഈ ടോണി അച്ചായൻ അതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മളെ പുള്ളിയെ റെസ്പെക്റ്റാണ് ചെയ്യേണ്ടത്, അല്ലാതെ പുള്ളിയെ കൂട്ടാൻ ചേർന്ന് ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്രയും കുറ്റം പറയുന്ന ഈ സീക്രട്ട് ഏജൻറ്റ് മറ്റൊരു വ്യക്തിക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്തതായിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഈ ടോണി അച്ചായൻ പലർക്ക് വേണ്ടി പല സഹായം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇനിയെങ്കിലും ഓർക്കുക, ഈ കാറിനകത്തും വീട്ടിനകത്തൊക്കെ ഇരുന്ന് കുറ്റം പറയുന്ന വ്യക്തികൾ ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെപ്പോഴും കുറ്റം പറഞ്ഞ് യൂട്യൂബ് വഴി വരുമാനം നേടി സ്വന്തം കാര്യം നോക്കി പോവുകയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവരൊന്നും ചെയ്യത്തില്ല. ഇനിയെങ്കിലും ഈ ചെയ്യുന്ന വ്യക്തികൾ അടിച്ചാക്ഷേപിക്കാതിരിക്കുക.